ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകും, അതാദ്യം ക്ലിയർ ചെയ്ത് തരാം. BSc നഴ്സിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തത്. അതുപോലെ തന്നെ പാരാമെഡിക്കലിനും നമ്മൾ സെപ്പറേറ്റ് ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് അലോട്ട്മെൻ്റ് ആയിട്ട് 14th അലോട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല കുട്ടികൾക്കും ഡൗട്ട് വരാം, 13ാമത്തെ അലോട്ട്മെൻ്റ് അല്ലേ ഇതെങ്ങനെയാണ് 14ാമത്തെ അലോട്ട്മെൻ്റ് ആയത് എന്നുള്ളത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് BSc നഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെതും ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇതായിട്ട് കുറച്ച് കോളേജസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. 14ാമത്തെ അലോട്ട്മെൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കോഴ്സസിനാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കൂടി പറയുക. അത് കിട്ടാത്ത കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ആദ്യമായിട്ട് കിട്ടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, ബാങ്ക് വഴിയും അടയ്ക്കാം. ടോക്കൺ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. ഇനി ബാങ്ക് വഴിയാണെങ്കിൽ 24 hours കഴിഞ്ഞിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടാവുക. ഫീസ് 25,000 റുപ്പീസാണ് വരുന്നത്. SC ST OEC സ്റ്റുഡൻസിന് കുറവായിരിക്കും. അതുപോലെ ഗവൺമെൻറ് കോളേജസിൽ കിട്ടിയ കുട്ടികൾക്ക് 23,000 സംതിങ് റുപ്പീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളാണ് അടയ്ക്കേണ്ടത്. ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ച കുട്ടികൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നവംബർ 6-ാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ബാക്കി ഫസ്റ്റ് ഇയറിലെ ഫീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 7-ാം തീയതിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ കോളേജിൽ പോയി ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കണം. അതായത് ഇന്ന് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ പോയി അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയും ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചതാണ്, ഇപ്പോൾ കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കോളേജസിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം വെക്കാനായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്നത് സാറ്റിസ്ഫൈഡ് അല്ല, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തിട്ട് കോളേജിനോട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിനുവേണ്ടി NOC ഇഷ്യൂ ചെയ്യണമെന്ന് പറയുക. അവർ NOC ഇഷ്യൂ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമാണ്. ഇനി അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ LBSൽ നിന്ന് തന്നെ റിജക്റ്റ് ആയി പോകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതുമാണ്. ഇപ്രാവശ്യത്തെ 14th അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കാം സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ അലോട്ടഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 16ാമത്തെ അലോട്ട്മെൻറ്റിൽ ഏത് കാറ്റഗറിക്ക് ഏത് ഇൻഡെക്സ് മാർക്കിനൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ BSc അനസ്തേഷ്യ ടെക്നോളജി കോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ SUA തിരുവനന്തപുരം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കിട്ടിയ പല കുട്ടികളും ഇനിയിപ്പോൾ ടോക്കൺ ഫീസ് അടിച്ച് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ സീറ്റ് ഫില്ലാകുന്നതായിരിക്കും. ഇനിയും അതനുസരിച്ച് വാക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അലോട്ട്മെൻറ്റ് മുന്നോട്ടുണ്ടാകുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് LBS വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം ചാനലിലൂടെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.